നവീൻ്റെ വൈഫ് ദേവിയുടെ ഫ്രണ്ട് ആര്യ. ഇവർ 3 പേരും കോട്ടയം എന്ന സ്ഥലത്ത് നിന്ന് വീട്ടിലെ അച്ഛനോടും അമ്മയോടും ഞങ്ങളൊരു വെക്കേഷന് പോവാ എന്ന് കള്ളം പറഞ്ഞ് കോട്ടയത്തു നിന്ന് നേരെ നോർത്ത് ഈസ്റ്റിലുള്ള അരുണാചൽ പ്രദേശിലേക്ക് പോയി. അവിടെ സിറോ എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട്. ഇവിടെ ഇപ്പോഴും ആദിവാസി ജനങ്ങൾ കൂടുതൽ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഗ്രാമത്തിലുള്ള ഒരു റിസോർട്ടിലെ ഒരു റൂമില് 3 പേരും ഒരേ റൂം എടുത്ത് ചെക്ക് ഇൻ ചെയ്യുകയാണ്. അവിടെ ഉള്ള ഹോട്ടൽ സ്റ്റാഫ്സ് ഒക്കെ ID ചോദിച്ചപ്പോൾ പോലും അവർ ഒരുപാട് ആലോചിച്ചാണ് കൊടുത്തത്. അതും 3 പേരും കൊടുത്തില്ല IDs. ആ നവീൻ മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കിയുള്ള 2 സ്ത്രീകളും ID കൊടുത്തേ ഇല്ല. ആ ഹോട്ടൽ റൂമിൽ ചെക്ക് ഇൻ ചെയ്തിട്ട് ആ ഒരു ദിവസം ഫുൾ ആ റൂമിൽ നിന്ന് അവർ പുറത്തിറങ്ങിയതേ ഇല്ല. ഫുഡൊന്നും ഓർഡർ ചെയ്തുമില്ല, പുറത്ത് പോയതുമില്ല. അപ്പോൾ ആഹാരം ഒന്നും കഴിക്കാതെ ഒരു ദിവസം ഫുൾ ഇരിക്കുമല്ലേ. ഹോട്ടൽക്കാർക്ക് ഒരു സംശയം, ഫോൺ വിളിച്ച് നോക്കുക, ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഹോട്ടൽ സ്റ്റാഫ്സിന് ടെൻഷനായി. അവർ നേരെ പോയിട്ട് ആ റൂമിന്റെ കതക് തട്ടി നോക്കുമ്പോൾ ആരും ഡോർ തുറക്കുന്നില്ല. ആൻഡ് ഫൈനലി ആ ഡോറിന്റെ ലോക്ക് പൊട്ടിച്ച് ആ റൂമിലേക്ക് കയറിപ്പോയി നോക്കിയപ്പോൾ ആ ബെഡിൽ ആര്യ എന്ന് പറഞ്ഞ സ്ത്രീ കയ്യിൽ ഇങ്ങനെ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത്, അത് മാത്രമല്ലാതെ ദേഹം മുഴുവൻ ഒരുപാട് മുറിവുകളുമായിട്ട് അവിടെ ആ ബെഡിൽ മരിച്ചു കിടക്കുകയാണ്. ആര്യയുടെ തൊട്ടടുത്ത് നവീന്റെ ഭാര്യ ദേവി, അതേപോലെ മുറിവുകൾ, കറക്റ്റ് അതേ സ്ഥലങ്ങളിൽ തന്നെ. അതായത് ആര്യയുടെ ദേഹത്ത് എവിടേക്കാണോ മുറിവുകൾ ഇരിക്കുന്നത് അതേ സ്ഥലത്ത് തന്നെ നമ്മുടെ നവീന്റെ ഭാര്യയുടെയും അതായത് ദേവിയുടെ ദേഹത്തും അതേ സ്ഥലങ്ങളിൽ തന്നെ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യനെ മാത്രം കാണുന്നില്ലല്ലോ. ആ നവീൻ എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് നവീൻ എവിടെയാണ് തപ്പിയപ്പോഴത്തേക്ക് ബാത്റൂമിൽ നവീനും ഇതേപോലെ കൈ കട്ടായിട്ട് അവിടെ മരിച്ചു കിടക്കുകയാണ്. ഇതെന്തുവാ സംഭവം എന്നോട് ആർക്കും മനസ്സിലായില്ല. എല്ലാവരും ഇങ്ങനെ കൺഫ്യൂസ് ആയിട്ടിരിക്കുമ്പോൾ ആ റൂമിൽ ഇച്ചിരി നോക്കിയപ്പോഴത്തേക്ക് ഒരു പ്ലേറ്റിൽ 3 പേരുടെയും മുടി ഇങ്ങനെ കൂട്ടി വെച്ചേക്കുമായിരുന്നു. അതേപോലെ തന്നെ ആ പ്ലേറ്റിന് തൊട്ട് അടുത്ത് തന്നെ ഈ ആദിവാസികളൊക്കെ ഉപയോഗിക്കുന്ന ഒരുതരം മാലകളൊക്കെ ഇല്ലേ, അതൊക്കെ അവിടെ വെച്ചേക്കുമായിരുന്നു. സോ എന്താണ് സംഭവിച്ചത്? ഈ 3 പേർക്ക് എന്താണ് സംഭവിച്ചത്? എത്ര വർഷങ്ങളായിട്ടാണ് ഈ 3 പേരും ഒന്നിച്ചിരിക്കുന്നത്? ഒരു ബന്ധവും ഇല്ലാതെ അരുണാചൽ പ്രദേശിൽ പോയത് എന്തിനാണ്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. ബട്ട് അതിനു മുന്നേ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വെൽക്കം ടു ഹാരിസ് ടോക്സ്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഈ കാര്യത്തിൽ മെയിൻ ക്യാരക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നവീൻ തോമസ് എന്ന 39 വയസ്സുകാരനാണ്. ഡേ ടൈമിൽ സ്റ്റോക്ക് ട്രേഡറായിട്ട് ജോലി ചെയ്യുന്നു, ഷെയർ മാർക്കറ്റിൽ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നു. ബട്ട് ബൈ പ്രൊഫഷൻ അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ് ദേവി, അവരും ഒരു ഡോക്ടറാണ്. ബട്ട് 2 പേരും ആയുർവേദ ഡോക്ടറാകാൻ പഠിച്ചു എങ്കിലും അവർ പഠിച്ച ആ പ്രൊഫഷൻ അല്ല അവർ ചൂസ് ചെയ്ത്. ഒരാൾ ഷെയർ മാർക്കറ്റിൽ ട്രേഡറായിട്ടിരിക്കുന്നു, എന്നാൽ ദേവി ഒരു ടീച്ചറായിട്ട് ജോലി ചെയ്യുകയാണ്. അങ്ങനെ ഈ ദേവി, അതായത് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ദേവി അവിടെ ആ സ്കൂളിൽ വേറൊരു ടീച്ചറുമായിട്ട് ക്ലോസ് ആവുന്നു. ആ ടീച്ചറിന്റെ പേരാണ് ആര്യ. ആര്യയ്ക്ക് 29 വയസ്സ്. നമ്മുടെ കഥയിൽ മെയിനായിട്ടിരിക്കുന്ന നവീൻ തോമസ് ഇന്റർനെറ്റിൽ കുറെ കാര്യങ്ങളൊക്കെ ചുമ്മാ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ നവീൻ തോമസ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് കാണുന്നു, അതും ഡാർക്ക് വെബിൽ. ഈ ഡാർക്ക് നെറ്റ് എന്നത് ഇപ്പോൾ നമ്മളെല്ലാവരും ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന്? ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് പോലും ഇന്റർനെറ്റ് യൂസ് ചെയ്തിട്ടാണ്. എന്നാൽ ഈ യൂട്യൂബ്, ഫേസ്ബുക്ക് ഇതൊക്കെ മാത്രമല്ലാതെ ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു സംഭവവും ഈ ഇന്റർനെറ്റിലുണ്ട്. ഈ ലോകത്ത് 96% ഓഫ് ഇന്റർനെറ്റ് കണ്ടന്റ് ഡാർക്ക് വെബിലാണ് ഉള്ളത് എന്നാ പറയുന്നത്. ബട്ട് നമ്മളിൽ 96% ഓഫ് പീപ്പിൾ ഈ ഡാർക്ക് വെബ് എന്ന ആ ഒരു ഇതിലേക്ക് നമ്മൾ പോകാറില്ല. നമ്മൾ കൂടുതൽ ഈ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ നോക്കിയിട്ട് അങ്ങ് പോകാറാ പതിവ്. അപ്പോൾ ഈ ഡാർക്ക് വെബ് എന്ന് പറഞ്ഞ സംഭവം പതുക്കെ ഈ നവീൻ തോമസ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആൾക്ക് ചില വെബ്സൈറ്റ്സ് ഒക്കെ കിട്ടുന്നു. അതിലുള്ള കണ്ടന്റ്സ് ഒക്കെ വായിച്ച് ആൾ ഇങ്ങനെ ബ്രെയിൻ വാഷ് ആവുകയാണ്. ആ വെബ്സൈറ്റിൽ എന്തൊക്കെയാണ് ഇട്ടേക്കുന്നത് എന്ന് വെച്ചാൽ മനുഷ്യർ ഇനി വേറെ ഗ്രഹത്തിലും ജീവിക്കുന്നുണ്ട്. അതായത് മനുഷ്യർ ഭൂമിയിൽ മാത്രമല്ല വേറെ പ്ലാനറ്റിലും ജീവിക്കുന്നുണ്ട്. ആ പ്ലാനറ്റിൽ ഡൈനോസേഴ്സ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഓരോ പ്രാവശ്യവും കുറെ വർഷങ്ങളൊക്കെ കഴിഞ്ഞ് അതിന്റെ സ്പീഷീസ് ഇങ്ങനെ ഇവോൾവ് ആയി അതിന്റെ ഹയസ്റ്റ് പീക്കിലേക്ക് പോകുമ്പോൾ ഈ ഭൂമിയിൽ നിന്ന് അതെല്ലാം വേറൊരു ലോകത്തേക്ക് അങ്ങ് പോകും. അങ്ങനെ കുറെ കോൺസ്പിറസി തിയറീസ് ഒക്കെ ഇട്ടേക്കുന്ന കുറെ വെബ്സൈറ്റ്സ് ഒക്കെ നവീൻ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആളിങ്ങനെ റിസർച്ച് ചെയ്ത് നോക്കുമ്പോൾ വേറൊരു ഗാലക്സിയിലുള്ള ആ ഭൂമിയെ, അതായത് നമ്മുടെ ഭൂമിയെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റേ ഭൂമിയെ ആക്സസ് ചെയ്യാൻ ഈ കല്ലുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റും. ഇപ്പോഴും ചില ട്രൈബൽ പീപ്പിളൊക്കെ അവരുടെ കൂടെ കോണ്ടാക്റ്റിലാണ്. ഇങ്ങനെ അന്ധവിശ്വാസങ്ങളെയൊക്കെ
നവീൻ പതുക്കെ പതുക്കെ വായിക്കുന്നു, അതൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു 4 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയോട്, അതായത് ദേവിയോട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദേവിക്ക് ഈ വക കാര്യങ്ങളൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ബട്ട് പിന്നീട് നവീന് 24 മണിക്കൂറും ഇതിനെക്കുറിച്ചാണ് ഇങ്ങനെ പിന്നെയും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേവിയും ഇതൊക്കെ വിശ്വസിക്കാൻ തുടങ്ങി. വേറൊരു ഗ്രഹമുണ്ട്, അവിടെ ഇപ്പോഴും ഡൈനോസേഴ്സ് ഒക്കെ ഉണ്ട്, ഇവിടെ നമ്മുടെ ഭൂമിയിൽ പണ്ട് ജീവിച്ചിരുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ഇല്ലേ, ലൈക്ക് ജീസസ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി, ഇവരൊക്കെ ഇപ്പോഴും ആ ഗ്രഹത്തിൽ, അതായത് ഇവിടുന്ന് മരിച്ചു പോയിട്ട് ആ ഗ്രഹത്തിലോട്ട് പോയി. അപ്പൊ ആ ഗ്രഹത്തിൽ ഇവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുകയാണ്, ആ പ്ലാനറ്റിൽ ഇവരൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നൊക്കെ വിശ്വസിച്ചു. ഇവര് രണ്ടുപേരും മാത്രം അത് വിശ്വസിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഒരാളും കൂടി വേണം, ഒരാളെയും കൂടി ചേർക്കണം എന്നതിന് വേണ്ടിയിട്ട് ഇവരെന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു ഫേക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫേക്ക് പ്രൊഫൈലിന്റെ പേര് ഡോൺ ബോസ്കോ എന്നാണ്. ഈ ഫേക്ക് പ്രൊഫൈലിൽ നിന്ന് ദേവി ജോലി ചെയ്യുന്ന സ്കൂളിൽ ആര്യ എന്നൊരു സ്ത്രീക്ക് മെസ്സേജസ് അയക്കാൻ തുടങ്ങുന്നു, ഇമെയിൽസ് അയക്കാൻ തുടങ്ങുന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം അവർ 3 പേരും മീറ്റ് ചെയ്യുന്നു, അവരുടെ ഐഡന്റിറ്റി ഒക്കെ റിവീൽ ചെയ്യുന്നു. പിന്നീട് 3 പേരും കൂടി ഒന്നിച്ച് ചേർന്ന് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് റിസർച്ച് ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ ട്രൈബൽ പീപ്പിൾ ഒക്കെ അരുണാചൽ പ്രദേശിലുണ്ട് എന്നിവർ മനസ്സിലാക്കുന്നു. ഈ കോൺവെർസേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നവീൻ തോമസും അദ്ദേഹത്തിന്റെ വൈഫ് ദേവിയും അവിടെ അരുണാചൽ പ്രദേശ് വരെ പോയി ഒരു ട്രിപ്പൊക്കെ നടത്തുവാണ്. അരുണാചൽ പ്രദേശിലുള്ള ഒരു പർട്ടിക്കുലർ ട്രൈബൽ പീപ്പിൾ ആണ്. ഈ ട്രൈബൽ പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിവാസികളാണ്. അപ്പൊ ഈ ആദിവാസികളെ, ഈ ട്രൈബൽ പീപ്പിളിനെ ഈ കപ്പിൾസ് കണ്ടിട്ടുണ്ടായിരുന്നോ, സംസാരിച്ചിട്ടുണ്ടായിരുന്നോ എന്ന കാര്യം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോ എന്തായാലും നവീൻ ആൻഡ് ദേവി അരുണാചൽ പ്രദേശിൽ പോയി അതിനെക്കുറിച്ച് റിസർച്ച് ഒക്കെ ചെയ്യുന്നു. ആൻഡ് സ്റ്റോൺസ് ഒക്കെ ഇല്ലേ, ആ കല്ലൊക്കെ അന്വേഷിക്കുന്നു. അവിടെ ഉള്ള ട്രൈബൽ പീപ്പിളിനെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു എന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തതിനു ശേഷം ഇവരൊക്കെ തിരിച്ച് കേരളത്തിലോട്ട് വരുവാണ്. ഇവർ രണ്ടുപേരും വന്നിട്ട് ആര്യയോട് ഇതൊക്കെ പറയുകയാണ്, ഇതൊക്കെ സത്യമാണ്, ഈ വെബ്സൈറ്റ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആര്യയോട് ഈ കാര്യങ്ങൾ, ഈ വെബ്സൈറ്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ വെബ്സൈറ്റ്സ് ഒക്കെ ഇവരും കണ്ടിട്ട് ബ്രെയിൻ വാഷ് ആയി ഫൈനലി ഇവർ 3 പേരും എന്താ തീരുമാനിക്കുന്നത് എന്ന് വെച്ചാൽ, ഓക്കെ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയി ആ മറ്റേ ഗ്രഹത്തിലേക്ക് പോകണം, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച ജീവിതമൊക്കെ മതി, നമുക്ക് ആ ഗ്രഹത്തിലേക്ക് പോവാം, അവിടെയാണെങ്കിൽ ഇവിടെ ഉള്ളതിനേക്കാളും 10 ഇരട്ടി കൂടുതൽ പവർ കാണും എന്ന കാര്യത്തിനൊക്കെ 3 പേരും വിശ്വസിക്കുന്നു. ആൻഡ് റിമെമ്പർ, ഇവർ 3 പേരും സാധാരണ ആൾക്കാരല്ല, 2 ഡോക്ടേഴ്സും ഒരു ടീച്ചറുമാണ്. സോ അങ്ങനെ അവർ മാർച്ച് എൻഡൊക്കെ ആകുമ്പോൾ അവർ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ നവീനും ദേവിയും അവരുടെ വീട്ടിൽ പറഞ്ഞിട്ടാണ് ഇറങ്ങി വരുന്നത്. ബട്ട് ആര്യ ആരോടും പറയാതെ ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അങ്ങനെ 3 പേരും അരുണാചൽ പ്രദേശിലേക്ക് വരുന്നു. അരുണാചൽ പ്രദേശിൽ സിറോ എന്നൊരു ഗ്രാമത്തിൽ ഒരു റൂം എടുക്കുന്നു. ഹോട്ടൽ റൂം എടുക്കുമ്പോൾ അവർ ID പ്രൂഫ് ചോദിച്ചു. കാരണം ഇന്ത്യയിൽ എവിടെ പോയാലും ശരി, ഒരു ഹോട്ടലിലോ ഒരു ലോഡ്ജിലോ ഒരു ഹോട്ടലിലോ റൂം എടുക്കണമെങ്കിൽ നമ്മൾ ID പ്രൂഫ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അവർ ID പ്രൂഫ് ചോദിച്ചപ്പോൾ നവീൻ അത് കൊടുക്കാൻ മടിച്ചു എന്നാ ഹോട്ടലുകാർ പറയുന്നു. ബട്ട് ഫൈനലി 3 പേരും അവിടെ താമസിക്കാൻ പോകുന്നത്, 2 സ്ത്രീകളും ഒരാണും. അപ്പോൾ ഹോട്ടൽ സ്റ്റാഫ് പറഞ്ഞ് ഒരാളുടെയെങ്കിലും ID പ്രൂഫ് ഇല്ലാതെ റൂം തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അവസാനം വേറെ വഴിയില്ലാതെ ആ 2 സ്ത്രീകളും ID പ്രൂഫൊന്നും കൊടുത്തില്ല. നവീൻ അദ്ദേഹത്തിൻ്റെ ID പ്രൂഫ് മാത്രം കൊടുത്തിട്ട് അങ്ങനെ അവർ ആ ഹോട്ടൽ റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യും. ചെക്ക് ഇൻ ചെയ്തതിനു ശേഷം ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ അവർ കോൾ ചെയ്ത് നോക്കുന്നു, എടുക്കുന്നില്ല. പിന്നെ ഡോർ തട്ടി നോക്കുന്നു, കഥവ് തട്ടി നോക്കുമ്പോഴത്തേക്കും ഒരു റെസ്പോൺസും ഇല്ല. ഫൈനലി അവർ ആ ലോക്കിനെ ബ്രേക്ക് ചെയ്ത് നേരെ റൂമിനകത്ത് കയറി വന്ന് നോക്കുമ്പോൾ അവർ ഇങ്ങനെ മരിച്ച നിലയിൽ കിടക്കുകയാണ്. ദേഹം മുഴുവൻ ഇങ്ങനെ മുറിവുകളൊക്കെ ആയിട്ടാണ് അവരവിടെ കാണാൻ സാധിച്ചത്. പിന്നീട് പോലീസ് വന്ന് അവരുടെ കേസൊക്കെ എടുക്കുന്നു. ഇപ്പോൾ അവിടെ ഇരുന്നത് അവിടെ ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒരു ടാബ്ലറ്റ് അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ റൂമിനകത്ത്. ആ ടാബ്ലറ്റ് 3 പേരും കഴിച്ചിട്ടുണ്ടാവും എന്നാണ് സംശയിക്കുന്നത്. ഈ ടാബ്ലറ്റ് എന്തിനുള്ള ടാബ്ലറ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനുള്ള ഒരു ടാബ്ലറ്റ് ആണ്. ഇത് നോർമലി മെഡിക്കൽ ഷോപ്പിൽ തന്നെ കിട്ടും എന്നാണ് പറയുന്നത്. നോർമലി ഈ ഹാർട്ട് പേഷ്യൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ആണ് ഇത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൈ ഒരു കട്ടായെന്ന് വെച്ചോ, ഒരു ചെറിയ മുറിവ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലേ. എന്നാൽ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ആ ബ്ലഡ് ഇങ്ങനെ ക്ലോട്ട് ആവും, അതായത് ആ രക്തം ഇങ്ങനെ കട്ടി പിടിച്ചിട്ട് പിന്നെ അതങ്ങ് ബ്ലോക്ക് ആവും, പിന്നീട് രക്തം വരത്തില്ല, ആ രക്തം തന്നെ ഇവിടെ കട്ടിയായിരിക്കും. അപ്പം അങ്ങനെ അത് നാച്ചുറലി എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്, അവരുടെ ബോഡിയിൽ ഉള്ള ഒരു രീതിയാണത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവില്ല, അതായത് ബ്ലഡ് കട്ടിയാവത്തേയില്ല, ഇങ്ങനെ ലിക്വിഡായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഈ ടാബ്ലറ്റ് കഴിച്ചിട്ട് നമ്മൾ കൈ ഇങ്ങനെ ഫോർ എക്സാമ്പിൾ കട്ടായി ചെറിയ മുറിവെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലഡ് ഇങ്ങനെ വരുന്നത്
കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉണങ്ങില്ലേ, അങ്ങനെ ഉണങ്ങത്തില്ല, അങ്ങനെ ക്ലോട്ട് ആവത്തില്ല, ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ലിക്വിഡായിട്ട് തന്നെ ഇരിക്കും, ക്ലോട്ട് ആകത്തില്ല. അതാണ് ഈ ടാബ്ലറ്റിൻ്റെ പ്രത്യേകത. സോ ഈ ടാബ്ലറ്റ് ഈ ഒരു 3 പേരും എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ആൻഡ് അത് മാത്രമല്ല, ആ ടേബിളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്ലേറ്റിൽ ഇങ്ങനെ 3 പേരുടെ മുടി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അത് ഈ ആദിവാസികൾ ഉപയോഗിക്കുന്ന ഒരുതരം മാലകളൊക്കെ ഉണ്ട്, അവരുടെ മാലകളും ഈ സൂചിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസിന് ഇതിൽ ബ്ലാക്ക് മാജിക് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു. ആൻഡ് ഇവിടുന്ന് കണ്ടെത്തിയ ആ മാലകളൊക്കെ ഇല്ലേ, അതൊക്കെ അവിടുത്തെ ആദിവാസികളുടെ തന്നെയാണോ അതോ അത് ആരുടെ മാലകളാണ് എന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. ആൻഡ് ഈ 3 ഡെഡ് ബോഡീസും അവർ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നുണ്ട്. അങ്ങനെ പോസ്റ്റ്മോർട്ടം ആയതിനു ശേഷം അവർക്ക് അവിടുത്തെ മനസ്സിലായെന്ന് വെച്ചാൽ 2 പെണ്ണുങ്ങളുടെയും കയ്യിലെ ഈ വെട്ട് ഭയങ്കര ഒരുപാട് വെട്ടുകളുണ്ട്. എന്നാൽ അറ്റ് ദ സെയിം ടൈം നവീന്റെ കയ്യിലുള്ള ആ വെട്ടില്ലേ, അത് ഭയങ്കര ഡീപ്പായിട്ടിരിക്കുകയാണ്. ഇതിൽ പോലീസ് എന്തോ സംശയിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നവീന് അവർ 2 പേരെയും കൊന്നിട്ട്, അതായത് കയ്യിൽ കട്ട് ചെയ്തിട്ട് കൊന്നിട്ട് അതിനുശേഷം നവീനും മരിച്ചുപോയി കാണും എന്നാ പോലീസ് സംശയിക്കുന്നത്. ബട്ട് അവിടെ അടിയും വഴക്കൊന്നും നടന്നിട്ടില്ല, അതിനുള്ള ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല അവിടെ. സോ ആ 2 സ്ത്രീകളും അവിടെ വോളണ്ടിയർ ആയിട്ട് തന്നെയാണ് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ 3 പേരും അരുണാചൽ പ്രദേശിൽ പോയി ഈ ഭൂമിയെ പോലെ തന്നെ വേറൊരു ഗ്രഹത്തിൽ പോകാൻ വേണ്ടിയിട്ട് മരിച്ചുപോയി എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബട്ട് ഇത്രയും കാര്യങ്ങൾ വെച്ച് മാത്രം നമുക്ക് ഈ ഒരു കേസിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? ആ റൂമിൽ നിന്നും വേറൊരു പ്രധാനപ്പെട്ട എവിഡൻസ് കിട്ടുന്നു, ഒരു ലെറ്റർ. ആ ലെറ്ററിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള കടവും ഇല്ല, ഞങ്ങൾക്ക് ആരോടും വഴക്കും ഇല്ല, ഈ ഭൂമിയിൽ ഞങ്ങൾ നന്നായിട്ട് തന്നെയാണ് ജീവിച്ചത്, സോ ആരും വിഷമിക്കേണ്ട, ഞങ്ങൾ എല്ലാം മനസ്സിലാക്കി ഈ ഭൂമിയിൽ നിന്ന് വേറൊരു ലോകത്തിലേക്ക് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, സോ ദയവ് ചെയ്ത് ആരും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് ഒരു ഫോൺ നമ്പറും എഴുതിയിട്ടുണ്ടായിരുന്നു. അത് ആരുടെ നമ്പറാന്ന് വെച്ചാൽ ദേവിയുടെ അച്ഛൻ്റെ ഫോൺ നമ്പറാണ്. അതിന് താഴെ അവർ 3 പേരും സൈൻ ചെയ്ത് ഒപ്പിട്ട് വെച്ചേക്കുക. ഇപ്പോൾ നവീൻ്റെ വീട്ടിൽ പോയിട്ട് ആളുടെ ഫോണും ആളുടെ കാറിലൊക്കെ പരിശോധിച്ചപ്പോഴത്തേക്ക് ഈ നവീൻ അയച്ച മെയിലും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇവർ 3 പേര് അങ്ങോട്ടും കൊണ്ട് അയച്ച മെയിലുകളൊക്കെ ഇല്ലേ, അതിനകത്ത് ഈ കല്ലുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ ഈ ഫേക്ക് കോൺസ്പിറസീസ്, ഈ ബ്ലാക്ക് മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ലിങ്ക്സ്, ഡീറ്റെയിൽസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ആൻഡ് ഏതൊക്കെ കല്ലുകളാണ് ഈ നമ്മളെ ഈ ഗ്രഹത്തിൽ നിന്ന് അവർ പറഞ്ഞ പോലെ വേറൊരു ഗ്രഹത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഇവർ പറഞ്ഞോ, ആ കല്ലുകളൊക്കെ നവീന്റെ കാറിൽ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ പോലീസ് പറയുന്നത് ഇത് ബ്ലാക്ക് മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു മരണമാണ്, ഒരു ആത്മഹത്യയാണ് എന്നാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരു വലിയ ട്വിസ്റ്റ് വരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ മെയിൽസും കാര്യങ്ങളൊക്കെ ഈ കപ്പിൾസ് ആണ്, ഈ നവീനും അദ്ദേഹത്തിന്റെ ഭാര്യ ദേവിയുമാണ് ആര്യയ്ക്ക് കൊടുത്ത് അല്ലെങ്കിൽ ആര്യയ്ക്ക് പറഞ്ഞു കൊടുത്ത് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അറ്റ് ദ സെയിം ടൈം ഇതിനകത്ത് വേറൊരു തിയറിയും വരുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ആര്യയ്ക്കായിരുന്നു ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നേ. ഈ ഏലിയനെ കുറിച്ചൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു ആൾക്ക്. ഏകദേശം 100 പേജസിന്റെ ഡോക്യുമെന്റ് ഒക്കെ അവരുടെ മെയിലിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതായത് അവർ തന്നെ ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ ആര്യ ആയിരിക്കും ഈ നവീനെയും ദേവീനെയും ബ്രെയിൻ വാഷ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ബട്ട് എക്സാക്ട്ലി എന്തുവാണ് എന്ന് ക്ലിയർ ആയിട്ടില്ല. ബട്ട് ദർ ഈസ് എ മെയിൽ ഐ ഡി. ഈ 3 പേരല്ലാതെ വേറൊരു മെയിൽ ഐ ഡി ഉണ്ട്. ആ മെയിൽ ഐ ഡി നിന്നാണ് ഇവർക്ക് 3 പേർക്കും മെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുന്നത്. ആ മെയിൽ ഐ ഡി അവർ 3 പേരിൽ ഒരാളുടെ തന്നെയാണോ, അതോ പുറത്തുനിന്ന് വേറെ ആരെങ്കിലും ഇതിന്റെ പുറകിൽ ഉണ്ടോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതേപോലെ ഒരു ഫാമിലി ഡൽഹിയിൽ ഇതുപോലെ ഞങ്ങളുടെ മുത്തച്ഛൻ്റെ അടുത്തോട്ട് പോവാണ് എന്ന് പറഞ്ഞ് ആ ഫാമിലി മൊത്തവും ആത്മഹത്യ ചെയ്ത് ഒരു കഥയൊക്കെ ഉണ്ട്. എന്തിന് നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ നരവളി നടത്തിയ കഥയൊക്കെ നമ്മൾ കേട്ട് കാണും. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി ഷോക്കിംഗ്. ഇങ്ങനത്തെ അന്ധവിശ്വാസങ്ങളൊക്കെ 2024 പോലും, ഈ വർഷം ഈ 2024 പോലും, അതും ഒരു ഡോക്ടറിനും ഒരു ടീച്ചറിനും ഒക്കെ എങ്ങനെയാണ് ഇങ്ങനത്തെ അന്ധവിശ്വാസമൊക്കെ തോന്നുന്നത് എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. പണ്ടൊക്കെ ആൾക്കാർ പറയുമായിരുന്നു ഇതൊക്കെ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്നൊക്കെ. ബട്ട് ഇന്ന് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ ഇത്? 2 ഡോക്ടേഴ്സും ഒരു ടീച്ചറുമാണ് ഈ മണ്ടത്തരം കാണിച്ചു കൂട്ടി വെച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ അന്ധവിശ്വാസം നിർത്താൻ അല്ലെങ്കിൽ ഇല്ലാതെയാക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നത് കമന്റ് സെക്ഷനിൽ പറയുക. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളോട് പറയണമെന്ന് ഞാൻ വിചാരിച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.